നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. നമ്മൾ ചങ്ങാതികളോടൊക്കെ പറയാറില്ലേ, എടാ അധികം തറയാവില്ല എന്ന് അല്ലേ? പക്ഷെ ഇന്നലെ നമ്മൾ തറയായ ഒരു കുടുംബത്തെ കണ്ടു അല്ലേ? വെറും തറയായ ഒരു കുടുംബത്തെ, അർജുനന്റെ കുടുംബം അല്ലേ? ചിതയാറും മുമ്പ് അവരൊരിക്കലും ഇങ്ങനെ പത്രസമ്മേളനം നടത്താൻ പാടില്ലായിരുന്നു. അത് വളരെ അപഹാസ്യമായി എന്നേ പറയേണ്ടു അല്ലേ? അങ്ങേയറ്റം നമ്മളത് വേദനയോടെയാണ് കണ്ടത്. കാരണം അർജുനനെ നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു അല്ലേ? എവിടെയായിരുന്നു ഇത്രയും കാലം അളിയനൊക്കെ അല്ലേ? ഇപ്പോഴും ഇന്നലെ അളിയൻ വന്ന് ഘോരഘോരം വാതോരാതെ മനാഫിനൊക്കെ കുറ്റം പറയുമ്പോൾ നമുക്കൊക്കെ ഒരുപാട്, മനാഫിനെ മാത്രമല്ല ആ ജീവൻ പോലും ത്യജിച്ച് മല്ലിട്ട മാൽപ്പിയോടും അല്ലേ, എത്ര മോശമായിട്ടാണ് ഇവരൊക്കെ പെരുമാറുന്നത്. മനാഫില്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഈ ബോഡി പോലും കിട്ടുക? ഈ അവർ പറയുന്ന വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു മനാഫ് എന്ന്. ഈ വൈകാരികത ഇല്ലെങ്കിൽ ഒന്നും അറിയൂ സുഹൃത്തെ, വൈകാരികത ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെപ്പോഴേ മറക്കും. ഈ വാർത്താ ചാനലുകളും ഇങ്ങനെയുള്ള യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ടാണ് ആ വൈകാരികതയെ നമ്മൾ അർജുൻ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായത് അല്ലേ? ഈ 71 ദിവസവും അർജുനെ നമ്മളിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി കൊതിച്ചത്, അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയത് ഇങ്ങനെയുള്ള വൈകാരികതകൾ കൊണ്ടാണ്. ഇങ്ങനെ മരിക്കുന്നവരത്രയുണ്ട് അല്ലേ? ഇങ്ങനെ ഇപ്പം വയനാട്ടിൽ തന്നെ 100ന് മേലെ ബോഡി ഇപ്പോഴും കണ്ടെത്താനുണ്ട് പോലും. അങ്ങനെ എത്ര പേരിവിടെ മരിക്കുന്നു അല്ലേ? പക്ഷെ വൈകാരികമായിട്ട് ഇതേ നമ്മൾ സമീപിച്ചത് കൊണ്ട് തന്നെയാണ് അർജുൻ നമ്മുടെ മനസ്സിൽ കിടന്നത്. അത് പത്രക്കാരും ഈ മനാഫൊക്കെ അതിന് മുന്നിട്ട് ഇറങ്ങിയെന്നുള്ളത് സത്യം തന്നെയാണ്. മനാഫ് ഇടക്കിടക്ക് പത്രക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ മനാഫ് എന്താ ചെയ്യുക? മനാഫ് പറയുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നു. അങ്ങനെ വൈകാരികമായി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് ജോലി കിട്ടിയത് പോലും അല്ലേ? ആ വൈകാരികതയാണ് ഇവര് പറയുന്നത്. വൈകാരികമായിട്ട് എന്ത് വൈകാരികതയാടോ? എന്ത് വൈകാരികത ഇവർ എടുത്തു കാട്ടിയത്? വൈകാരികത ഇല്ലെങ്കിൽ നമ്മളെപ്പോഴേ അർജുനെ മറന്നു അല്ലേ? മറക്കും. കാരണം എല്ലാവരെ പോലെ അർജുനും ഇത്രയും ദിവസം 72 ദിവസമൊക്കെ അർജുനന് പിന്നാലെ നമ്മൾ ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഉണ്ടാവാൻ കാരണം തന്നെ ഈ വൈകാരികമായിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. വൈകാരികം ഉള്ളതുകൊണ്ട് തന്നെയാണ്. പാവം അർജുനല്ലേ, ആ പാവം മനാഫും അല്ലേ, എത്രമാത്രം കഷ്ടപ്പെട്ടും എത്രമാത്രം ഇതിന്റെ പിന്നാലെ ഓടി നടന്നിട്ട്. അതാണ് നന്ദികെട്ട മനുഷ്യർ അല്ലേ? എന്താ പറയുക, ഇങ്ങനെയാണ് ചില മനുഷ്യർ അല്ലേ? അവരെപ്പറ്റി സഹതപിക്കുക നിവൃത്തിയുള്ളൂ, എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു. ആരൊക്കെ പറഞ്ഞിട്ടു 90% ബോധമില്ലാത്ത മനുഷ്യരാണ് ഭൂമിയിലുള്ളത്. ശരിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെ പ്രഹസനങ്ങൾ, എന്തൊക്കെ നാടകങ്ങളാണല്ലേ? സങ്കടം തോന്നും. സങ്കടമല്ല, ആ കുടുംബത്തോട് സഹതാപം തോന്നും, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.